സ്വാമിയെ ശരണമയ്യ. മീറ്റിംഗ് അല്ല, അസസ്മെന്റ് വന്ന കൊല്ലത്ത് പോകുന്ന വഴിക്ക് MP അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഇവിടെയും വന്ന് ഒരു അവലോകനം നടത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞു. റെയിൽവേ മിനിസ്റ്ററെ അറിയിച്ചു, പോകാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ഇന്നാണ് ദിവസം നിശ്ചയിച്ചത്. അല്ല, അത് നോക്കട്ടെ, അതിന് കാരണവും ഉണ്ടാവുമല്ലോ അല്ലേ. എല്ലായിടത്തും ഡിലേഡ് ആയിട്ടാണ് പോകുന്നത്. കൊച്ചിയിൽ, കൊല്ലത്ത് ഇടയ്ക്ക് സ്ലോ ആയിരുന്നു, പക്ഷേ ഇപ്പം ഫാസ്റ്റസ്റ്റ് പ്രോഗ്രസിങ് ഡെവലപ്മെൻ്റൽ വർക്ക് ഇസ് ഗോയിങ് ഓൺ ഇൻ കൊല്ലത്തത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പേസിലാണ് പോകുന്നത്. മെമു, കാർ ഷെഡും എല്ലാം അതിൻ്റെ എല്ലാം പണി ഏകദേശം തീരാറായിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസ് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. കഴിയുന്നതും 15-16 തീയതികളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചിരിക്കുന്നത്. ഇനി മിനിസ്റ്റർ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനിക്കും. സ്വാമി ശരണം. ഇതെന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സാർ വന്ന് ഒരു അവലോകനം നടത്തി അല്ലേ? റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആരും അറിയാതെ നിരീക്ഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് പൂർണ്ണമായി സജ്ജമായാൽ മാത്രമേ നമുക്ക് കൂടുതൽ ട്രെയിനുകൾ, വന്ദേ ഭാരതിൻ്റെ ഒരു സർവീസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതോ ചെന്നൈയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ചെന്നൈയിൽ മെയിലിന് തന്നെ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ കാസർഗോഡ് വേണ്ടത്, ഇതിൻ്റെ എല്ലാം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഡിവൈഡ് ചെയ്ത് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിലെനിക്കും ഒരു കഷ്ണം കിട്ടി, ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യ.